Hi dears, welcome back. In the വന്നിട്ടുള്ളത് നമ്മുടെ ഇഫ്താറിൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ഉന്നക്കായുടെ റെസിപ്പിയാണ്. പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉന്നക്കായ റെഡിയാക്കി എടുക്കുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സംഭവം സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ചിലർക്കൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് റെഡി ആവുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റീസണൊക്കെ ഞാനിതിൽ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ കാണുന്നില്ലേ, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അതിലേറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉന്നക്കായക്ക് വേണ്ട പഴം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറായിട്ട് പഴുത്ത പഴം ഒരിക്കലും ഉന്നക്കായക്ക് എടുക്കരുത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഒരു മീഡിയം പഴുപ്പായ പഴം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഉന്നക്കായൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഈ ആരുകളൊക്കെ ഒന്ന് ആദ്യം തന്നെ കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. സൈഡിലുള്ള ഈ ആരുകളൊക്കെ ഫസ്റ്റ് തന്നെ കളഞ്ഞെടുക്കുക. എങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അതെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ സെൻറ്ററിലുള്ള ബ്ലാക്ക് കറുത്ത അരികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കളയണം. അതൊക്കെ ഇപ്പം തന്നെ കളഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കളയുക. ഇതുപോലെ അങ്ങ് 4 ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് അത് കളയാൻ പറ്റും. ഇങ്ങനെ രണ്ടാമത്തെ പഴം നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, പഴുപ്പ് കൂടിയ പഴം എടുക്കരുത്. അപ്പോൾ അതെല്ലാം അങ്ങനെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമറിൽ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കുക. ഈ പഴങ്ങളെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊരു 2-3 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്താൽ ചിലപ്പോൾ അത് നല്ല ഓവറായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പാകത്തിൽ കിട്ടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. ഒരു അച്ച് ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയിലും ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് വേണ്ടിയിട്ട് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ചിരവിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷമാണ് നമുക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴേക്ക് നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് വെച്ചിട്ട് നമുക്കിത് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ആദ്യം. അപ്പോൾ ചെറിയ ആരുകളൊക്കെ ഇനിയും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാം കേട്ടോ. നമ്മൾ കണ്ണിൽ പെടാത്ത ആരുകളൊക്കെ ഉണ്ടെങ്കിൽ അത്, എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് ഇതുപോലൊരു കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് പഴുപ്പ് വന്നാൽ ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല. ഇതുപോലെ ബോളാക്കി എടുക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാനിതുപോലെ ഒരു ബോളാക്കി എടുത്തിട്ട് കൈവയിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പരത്തി കൊടുത്ത ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, ശർക്കരയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക. ആദ്യം ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക. എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് പൊട്ടാതെ നമുക്ക് കിട്ടും. പിന്നീട് കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും പൊട്ടില്ല. ഇതുപോലെ കറക്റ്റ് ഉന്നക്കായുടെ ഷേപ്പിൽ അങ്ങ് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ ഒന്ന് ഇവിടെ റെഡിയായി. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. ബോൾ എടുക്കുക, എന്നിട്ട് കൈയിലൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗത്തുനിന്ന് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ
അപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടായ ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഒരേപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ 2 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ഉന്നക്കായ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അടുത്തതും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു നോമ്പിന് ആരും ഉന്നക്കായ ഉണ്ടാക്കിയിട്ട് റെഡി ആയിട്ടില്ല എന്ന് പറയരുത്, ഇതുപോലെ അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു ദിവസം പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. Thank you.